ശ്രീ വിനു കിരിയത്ത്, നമുക്കറിയാം കുറേ പേർ, ഏതാണ്ട് 28 പേരാണ് പോലീസിൽ പറയുന്ന മൊഴി പിന്നീട് കോടതിയിൽ മാറ്റി പറഞ്ഞത്. ആ പറഞ്ഞിട്ടുള്ളവരെല്ലാവരും ഈ ദിലീപിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള മൊഴി കൊടുത്തവരാണ് ശ്രീ വിനു കിരിയത്ത്. അത് താങ്കൾക്കും അറിയാവുന്ന കാര്യമാണ്. അതിൽ മറ്റാരുടെയെങ്കിലും പേര് അതിലേക്ക് വന്നിട്ടില്ല. പക്ഷെ പിന്നീട് അവർ മൊഴി മാറ്റി എന്നുള്ളത് അതും ഒരു യാഥാർത്ഥ്യമായി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഇനി പുതിയ കഥയൊക്കെ മെനഞ്ഞെടുക്കുന്നതിലേക്ക് പോകണമോ ശ്രീ വിനു? അല്ല, ഈ 28 പേരിൽ 28 ചലച്ചിത്ര മേഖലയിൽ നിന്ന് മുകേഷ് ഒഴിച്ചു ബാക്കി എല്ലാവരും കൂറുമാറി എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ആ കൂറുമാറിയതിൻ്റെ പിന്നിൽ എന്താണ് കാര്യം? ഈ കൂറുമാറൽ നിയമവും നമുക്കുണ്ടല്ലോ. ഞാൻ പറയുന്നത്, മഞ്ജു വാര്യർ ഗൂഢാലോചന പറഞ്ഞെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ആളുടെ പേര് പറയണം, ഇന്നാരാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആ റൂട്ടിൽ പോവാം. പൾസർ സുനി മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞു, കോടതിയുടെ മുമ്പിൽ പറഞ്ഞിട്ടില്ല ഇത് ദിലീപ് പറഞ്ഞിട്ടാണെന്ന്. മാധ്യമങ്ങൾ മുമ്പിൽ പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ കോടതിയിൽ ഇതിൽ പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ ദിലീപിനെ സംബന്ധിച്ചുള്ള എന്തായാലും അയാളുടെ ഫ്യൂച്ചറിനെ എത്രത്തോളം ബാധിച്ചു നമുക്കൊക്കെ അറിയാം. ഇൻഡസ്ട്രി തന്നെ ഒന്ന് തളർന്നില്ല. എത്രയോ സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ, അദ്ദേഹത്തിന് സിനിമ ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ മാനസിക നില, അയാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലുള്ള കാര്യമാണ് ഞാനീ പറയുന്നത് കേട്ടോ. എല്ലാം തെറ്റ് ചെയ്യാത്ത നമ്മുടെ നാട്ടിൽ ദിലീപിന്റെ കരിയർ തകർന്നു എന്ന് താങ്കൾ പറയുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, അതിജീവിതയെക്കുറിച്ച് താങ്കൾ ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ ഈ പറയുന്ന 8-8.5 വർഷം അവർ അനുഭവിച്ചത് എന്താണെന്ന് താങ്കൾ അത് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അവർക്കൊപ്പം നിന്ന കുറെ പെൺകുട്ടികളില്ലേ ശ്രീ വിനു കിരിയത്ത്, അവരുടെയൊക്കെ ഭാവി എന്തായി? അവരെല്ലാവരും മികച്ച നടിമാരായിരുന്നു എന്നുള്ളതിൽ നമുക്കൊന്നും തർക്കമില്ല. അവരൊക്കെ അഡ്രസ് ഇല്ലാതായി പോകുന്ന അവസ്ഥ നമ്മൾ കണ്ടില്ലേ? അതെന്താണ്, അവിടെ എന്താണ് സംഭവിച്ചത്, ആരാണ് അതിന് കാരണം എന്നൊക്കെയുള്ളത്, ഇതൊക്കെ ഈ സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ പിന്നീട് വെളിയിലേക്ക് വരുന്നതിലേക്കും ഒക്കെ ഇത് വഴിവെച്ചു എന്ന് നമുക്കറിയാം. പക്ഷേ ഇതൊക്കെ തിരിച്ചടിയായി മാറിയ കുറെ പേരുണ്ടല്ലോ ശ്രീ വിനു കിരിയത്ത്. തീർച്ചയായിട്ടും അത് നമുക്ക് WCC എന്ന് തന്നെ പറയാം. ആ ഒരു സംഘടനയിലുള്ള പലർക്കും ഇന്ന് അവസരങ്ങളില്ലാതായി പോകുന്നു. സിനിമയിൽ തന്നെ ഇല്ല. അതിൽ ആ പടം 1-2 പേര് മാത്രം ഇടയ്ക്ക് 1-2 പടങ്ങൾ ചെയ്തു. നല്ല ഈ പറഞ്ഞ പോലെ അതിഗംഭീരമായി അഭിനയിക്കാൻ കഴിവുള്ള ബിസി ആയിരുന്ന കുറേ പേർക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടു. അതെല്ലാം ആരെന്ന് കണ്ടെത്തണം എന്നാണ് ഞങ്ങളും ആവശ്യപ്പെടുന്നത്, സിനിമ ഇൻഡസ്ട്രി മൊത്തം ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നെങ്കിൽ അയാളെ പുറത്ത് കൊണ്ടുവരണം. അത് ദിലീപ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ദിലീപ് ആണ് എന്ന് തറപ്പിച്ച് അയാൾക്ക് വേണ്ടി മാറ്റി ടാർഗറ്റ് ചെയ്യുക. അത് ഇത് ആരാണെന്നുള്ളത് കണ്ടെത്തണം. അത് തീർച്ചയായും. കാരണം ഒരുപാട് പേരുടെ ജീവിതം ഇപ്പോൾ ഈ കേസിൽ തന്നെ നമ്മൾ ഈ 5-6 സിനിമാ നടികളുടെ പേര് പറഞ്ഞത് മാത്രമല്ല, നമുക്ക് അല്ലാതെ ചിന്തിക്കുകയാണെങ്കിൽ ദിലീപ്, ഞാൻ തുടർച്ചയായി ഇടപെടുന്നതിൽ താങ്കൾ ക്ഷമിക്കണം. ഇപ്പോൾ ആരെന്ന് കണ്ടെത്തണമെന്ന് താങ്കൾ പറയുന്നുണ്ടല്ലോ, അതിൽ ഈ മൊഴികളായി പുറത്തു വന്നതിൽ ഇവർ തമ്മിലൊക്കെയുള്ള പ്രശ്നങ്ങൾ, അതിജീവിതയും ഈ ദിലീപും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പലയിടത്ത് വെച്ച് ഈ അമ്മയുടെ ഷോയുടെ റിഹേഴ്സൽ നടക്കുന്ന സമയത്ത് ഹോട്ടലിൽ, അതുൾപ്പെടെ പല കാര്യങ്ങളിൽ അവിടെ നടന്നിട്ടുള്ള പ്രശ്നങ്ങൾ, അപ്പോൾ ദിലീപ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അത് ആ പറഞ്ഞ വാചകം ഉൾപ്പെടെയൊക്കെ പുറത്തു വന്നതാണ്. ഇതെല്ലാം കേട്ട ആളുകൾ അതൊക്കെ പോലീസിനോട് പറഞ്ഞു. പക്ഷെ പിന്നീട് അതെല്ലാം ഒരു ഘട്ടം കഴിയുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിലേക്ക് വരികയാണ്. ഇനി ആര് കണ്ട് പിടിക്കുമെന്നുള്ളതാണ്. ഇതൊക്കെ അറിയാവുന്ന ആളുകൾ മൊഴി മാറ്റി പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും മേൽക്കോടതി പോയാലും ഇതൊക്കെ തന്നെ അല്ലേ സംഭവിക്കാൻ പോകുന്നത് അല്ലേ? വളരെ കഷ്ടമല്ല അങ്ങനെ ആണെങ്കിൽ. ഈ മൊഴി മാറ്റിയവർ സിൻസിയറായിട്ടല്ല ഇത് ആദ്യം നിന്നവർ മാറിയതെങ്കിൽ അതിൻ്റെ കാരണം അവർ തന്നെ പറയണം. ഇതൊന്നും നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടല്ലല്ലോ മൊഴി മാറ്റവും എല്ലാം നടക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ആ ഇരയോട് ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. അങ്ങനെയാണ് അറിയാമെങ്കിൽ പറയാതിരിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തുള്ള ഒരു ദിലീപ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും പറയാൻ ഞാനുള്ളത് എനിക്കറിയില്ല. ദിലീപ് ഒരു പക്ഷേ എനിക്ക് അതിജീവിതയേക്കാൾ കൂടുതൽ ബന്ധം ദിലീപുമായിട്ടാണ്. ദിലീപ് എൻ്റെ സിനിമകളിലാണ് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വരുന്നത്. ആയുഷ് കാലം പോലെയുള്ള കമലിൻ്റെ സിനിമയിൽ ഞങ്ങൾ സ്ക്രിപ്റ്റ് എഴുതിയതിൽ ദിലീപ് അസിസ്റ്റൻ്റ് ആയിരുന്നു. പിന്നീട് കുറേ സിനിമകളിൽ അസോസിയേറ്റ് ആയി. ആ ദിലീപുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. ദിലീപ് അങ്ങനെ ചെയ്യുമെന്ന് പറയാൻ ഞാൻ ആളല്ല. മനസ്സിലായില്ലേ? ഒരാളുടെ ദിലീപ് അങ്ങനെ ചെയ്യുമെന്ന് പറയുന്നവരല്ലല്ലോ. ഇതിൽ പുറത്തു വരുന്ന പല കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ ഇങ്ങനെ ചില കാര്യങ്ങളിൽ. പക്ഷെ ഇപ്പോൾ കോടതി വിധി വരുമ്പോൾ നമ്മൾ അതിനെ പൂർണ്ണമായും മാനിക്കുകയാണ്. പക്ഷെ ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.